ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയാണ് കേട്ടോ. ഒന്ന് ചെറിയൊരു വെയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ബോട്ടിയും കൊള്ളിയൊക്കെ ഉണ്ടാക്കണതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവൻ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് പോകാം നമുക്ക്. അപ്പോൾ ഇന്ന് മീൻ കിട്ടിയിട്ടുള്ളത് തിലാപ്പിയാണ് കേട്ടോ. ഇവിടെ തിലാപ്പിയ എന്ന് പറയും, വേറെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ കുറച്ച് ബോട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായി ചൂടുവെള്ളത്തിലിട്ട് കഴുകിയിട്ട് പിന്നെ മഞ്ഞളും കല്ലുപ്പും ഇട്ട് കഴുകിയിട്ട് കുറച്ച് ഉറക്കയിലൊക്കെ ഇട്ടിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ച്. അപ്പോഴത്തേന് മീൻ കായം പറ്റാൻ വേണ്ടിയിട്ടുള്ള മസാലകൾ തേച്ച് കുറച്ച് മുളകും പൊടിയും പിന്നെ മഞ്ഞളും വെളുത്തുള്ളി ചതച്ചതും കുറച്ച് സുറക്കി ഉപ്പൊക്കെ ഇട്ടിട്ട് മസാല എടുത്തിട്ട് അത് മീനിൽ കായം പരട്ടി വെച്ചിട്ട്, അപ്പോൾ നമ്മുടെ പണി കഴിയുമ്പോഴത്തേനും അത് മസാല പിടിച്ചോളുമല്ലോ. അപ്പോൾ അതൊക്കെ കായം പരട്ടിയിട്ട് അത് നീക്കി വെച്ചിട്ടോ. അപ്പോൾ ഇതിനവിടെ ബോട്ടി വെന്തൊരു 10 വിസിൽ കടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ആവശ്യമായ ചെറിയ ഉള്ളിയും സവോളയും തക്കാളിയും ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ കൂടി ചതച്ച കറിവേപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേന് ഇതാ അതിൽ എയറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ തുറന്നു നോക്കണ്ട, നല്ല നെയ്യുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഇതാ കണ്ട ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇത് മക്കൾ തിന്നില്ല. ഇവർ ഈ ലിവർ, ബോട്ടി, പരിഞ്ഞീന്, കൂന്തൾ ഈ വക സാധനങ്ങളൊന്നും തിന്നില്ല. അത് കാരണം ഇവിടെ വാങ്ങില്ല. ഒറ്റക്കായിട്ട് ഉണ്ടാക്കേണ്ട വിചാരിച്ചാൽ നമ്മൾ വാങ്ങില്ല കേട്ടോ. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലൊക്കെ ആഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങേണ്ടതാണ് കേട്ടോ. അപ്പോൾ ബോട്ടി കറി വെക്കാനുള്ള പാത്രവും മീൻ പൊരിക്കാനുള്ള ഫ്രൈ പാനും അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. നന്നായി ചൂടായിട്ട് വന്നപ്പോൾ മീൻ വെച്ച് കൊടുക്കണം കേട്ടോ. ഈ മീൻ കറി വെച്ചാൽ ഇവർക്ക് ഇഷ്ടമല്ല. ടേസ്റ്റ് ശരിക്കും പൊരിക്കുമ്പോഴാണ് കേട്ടോ. കറി വെക്കണേക്കാൾ ടേസ്റ്റ് പൊരിക്കുമ്പോഴാണ്. അപ്പോൾ അവിടെ പൊരിക്കുക മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ മീനും ചട്ടിയിൽ വെച്ച് കൊടുക്കണം. എല്ലാതും അതിൽ കൊള്ളില്ല. അപ്പോൾ 2 എണ്ണം ബാക്കിയായി. അതിപ്പോൾ വെച്ചിട്ട് ആദ്യത്തെ ട്രിപ്പ് പൊരിച്ചെടുക്കാൻ നോക്കുകയാണ് കേട്ടോ. നിങ്ങളവിടെ എന്താ ഈ മീനിൻ്റെ പേര് പറയാ അറിയില്ല. ഇവിടെ തിലാപ്പിയ എന്നാണ് പറയുക. നിങ്ങളവിടെ എന്താ പേര് പറയണമെന്ന് വെച്ചാൽ അടിയിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ കറി വെക്കാനുള്ള എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായി ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ചുവന്നുള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് സബോള ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സബോള ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് ഒന്ന് നന്നായി വഴന്ന് വരുമ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ചിലപ്പോൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ആവില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയാണ് ചെയ്യല് കേട്ടോ. എനിക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത സബോള നന്നായിട്ടൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി മീനായിട്ടുണ്ട്. അപ്പോൾ അത് മറിച്ചിടണം കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ചട്ടക ഉണ്ടെങ്കിലും കത്തി തന്നെ ഉപയോഗിക്കുക കേട്ടോ. മിക്കവാറും ചട്ടക ഞാൻ ഉപയോഗിക്കാറില്ല. ഈ കത്തി വെച്ചിട്ട് തന്നെയാണ് പപ്പടം പൊരിക്കുക, മീൻ മറിച്ചിടുകയൊക്കെ ചെയ്യുക കേട്ടോ. ഇങ്ങനത്തെ സ്വഭാവമുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അവിടെ മീൻ സിമ്മിലിട്ടിട്ട് അതാവണോണ്ട് അപ്പുറത്തത് ഉള്ളിപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചുണ്ടല്ലോ അത് ഇട്ട് കൊടുത്തു കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി എടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ ഇതാ മീനായിട്ടുണ്ട്. നമ്മളൊരു പ്ലേറ്റിലേക്ക് അത് മാറ്റിയെടുക്കണ്ട. ആ കത്തി കൊണ്ട് തന്നെയാണ് ഞാനിപ്പോഴും അത് മാറ്റിയെടുക്കണത്. അപ്പോൾ ഈ അവസാനം കിടക്കണ മീനൊരു വരാനൊരു മടി. എന്നാലും ഞാൻ അങ്ങനെ വിട്ടു കൊടുക്കില്ല. എന്നാലും വായോന്ന് പറഞ്ഞിട്ട് ആ കത്തി കൊണ്ട് തന്നെ ഞാൻ അവന് എടുത്തു കേട്ടോ. ഈ ബാക്കിയുള്ള 2 മീൻ അതിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിൽ വെളിച്ചെണ്ണ കുറവാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. 2 അറ്റത്തായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആദ്യം കുപ്പിയുടെ മൂടി തുറക്കാൻ മറന്നുപോയി. എന്നിട്ട് ഒഴിച്ചിട്ട് കിട്ടണില്ല. അപ്പോൾ അതവിടെ വെച്ചിട്ട് രണ്ടാമത് തുറന്നിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. അപ്പോഴേക്കും സബോള നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് മസാലയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി 2.5 സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ മുളകും പൊടി, സാധാരണ നമ്മുടെ മുളകും പൊടിയിലുള്ള മുളകും പൊടിയാണ് ചേർക്കുന്നത്. അതൊരു 1 സ്പൂണും പിന്നെ ഒരു 1/2 സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുത്തു. അപ്പോൾ മസാല നന്നായി വഴന്നു വന്നപ്പോൾ തക്കാളി മുറിച്ചത് കേട്ടോ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ടിട്ട് നന്നായി ഒന്ന് വഴന്നു വന്നപ്പോൾ വീണ്ടും കറിവേപ്പില നമുക്ക് ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിട്ട് കൊടുത്തിട്ട് വെന്ത് വന്ന നമ്മുടെ ബോട്ടി അതിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം കുറവുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ചൂടുവെള്ളം ഉണ്ട്. ആ വെന്ത് വന്ന കുക്കറില്ലേ അതിലിട്ടിട്ടൊന്ന് ചഴറ്റിയിട്ട് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ മീനയുടെ ഒരു ഭാഗം മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതൊന്ന് വറ്റി വരുന്നത് വരെ ഒന്ന്
ഇളക്കി കൊടുത്തിട്ട് ഇത് വറ്റിക്കണ്ട. ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണ്ട. ഞാൻ അതിലേക്ക് കൂടുതലും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായി ഇളക്കണം കേട്ടോ. ഇനി ഇറക്കണം നേരത്തെ ഇനി ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇറക്കാറായി. അപ്പോൾ അതാ ഒരു 3/4 ടീസ്പൂണും കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് തട്ടിപ്പൊത്തിയിട്ട് തീ ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിയുടെ ശരിയായിട്ടോ. അപ്പോൾ നമ്മുടെ മീൻ പൊരിക്കലൊക്കെ അപ്പോഴത്തേനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തീ ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ നല്ല ചൂടുള്ള ബോട്ടിയും മീൻ വറുത്തതും ശരിയായിട്ടുണ്ട് കേട്ടോ. നാരങ്ങ ഉണ്ടായിരുന്നില്ല, അത് കാരണം അത്ര ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി വൈകുന്നേരമാണ് കേട്ടോ കൊള്ളി ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവർ കൊള്ളിയൊന്നും തിന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമേ കൊള്ളി തിന്നുള്ളൂ. അപ്പോൾ ഒരു കൊള്ളി എടുത്തുള്ളൂ കേട്ടോ. അത് ഒന്ന് തോലൊക്കെ കളഞ്ഞ് മുറിച്ചെടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണം. അതിലേക്ക് വേവാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് കുലുക്കി എടുത്തിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ കൊള്ളി എനിക്കും പറ്റില്ല, കാരണം ഭയങ്കര ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് എനിക്ക് കേട്ടോ. ഈ കൊള്ളിയൊക്കെ തിന്നുമ്പോൾ ഇത് തിന്ന് കഴിഞ്ഞിട്ട് എന്തായാലും വൈകുന്നേരം താനന്തരം ഗുളിക തിന്നാന്ന് വിചാരിച്ചിട്ട് ഉറപ്പിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ കൊള്ളിയും ബോട്ടിയും തിന്നാന്ന് വിചാരിച്ചിട്ടുള്ളത്. അതാ നമ്മുടെ കൊള്ളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3 വിസിലടിച്ചിട്ട് ഞാൻ ഒന്ന് കുറച്ച് നേരം വെച്ചിട്ട് അപ്പോഴത്തേനും കൊള്ളി അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ലാത്ത കൊള്ളിയായിരുന്നു കേട്ടോ. ചിലതുണ്ടാവും ആളുകളെ പോലെ, അപ്പോൾ അതല്ല നല്ല കൊള്ളിയായിരുന്നു കേട്ടോ. അതാ വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഇതാ അത്യാവശ്യം വെന്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ചൂടുള്ള കൊള്ളി ബോട്ടിയും കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനതിന് ബോട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ആവി പറക്കണ കൊള്ളിയും. അപ്പോൾ ഒന്ന് ഇല പറമ്പിൽ പോയിട്ടൊന്ന് വെട്ടിക്കൊടുന്നു ഒന്ന് വീഡിയോ എടുക്കണതല്ലേ. മഴ പുറത്ത് പോയി പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തണുപ്പുണ്ട്. അപ്പോൾ നല്ല ചൂടുള്ള ആവി പറക്കണ കൊള്ളിയും ചൂടാക്കി നമ്മുടെ ബോട്ടിക്കറിയും കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാ. കണ്ടില്ലേ, നല്ല കോമ്പിനേഷനല്ലേ കൊള്ളിയും ബോട്ടിയും. ചിലർക്ക് ഈ ബോട്ടി കഴിക്കേണ്ട അറപ്പ് പോലെയാണ് കേട്ടോ, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ കുറച്ച് സബോളയും കുറച്ച് പച്ചമുളകും ഇട്ടിട്ട് ഈ കൊള്ളിയും കൂടിയിട്ട് കൂട്ടി തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.